ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. ഇപ്പോൾ നമ്മൾ ഇന്നും +2 ഇംഗ്ലീഷ് തേർഡ് ചാപ്റ്റർ തുടരുകയാണ്. കാരണം നമുക്കിനി അടുത്ത ക്വാർട്ടർലി എക്സാമൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ മുന്നിലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പനി ബാധിച്ച് ഫീവർ ബാഡ്ലി എഫക്റ്റഡ്. മേരാ പ്രിയ ദർശകോ, മാഫ് കീജിए, a class only for +2 students, Kerala state syllabus. Okay, then I will give you आपको मैं दे दूँ another spoken English Hindi Malayalam classes. Okay, then matchbox. This lesson's name about the author. അപ്പോൾ ഞാൻ പറയുന്നു അത് പ്രൊഫൈലായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന പ്രശസ്തയായിട്ടുള്ളൊരു ബംഗാളി റൈറ്ററാണ് അല്ലേ. അതായത് അവരുടെ പേര് ആശാപൂർണ ഡെബി എന്ന് പറയും കേട്ടോ. കാരണം ഈ നോർത്തിലെല്ലാവരും ദേവിക്ക് ഡെബി അല്ലാതെ. ഷീ ബോൺ ഓൺ 1809 ആൻഡ് ഡൈഡ് ഓൺ 1995 അല്ലേ. 1909 ജനിച്ചു, 1995 മരിച്ചു. അപ്പം ഇറ്റ്സ് എ പ്രൊമനൻറ്റ് ബംഗാളി നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അല്ല, പ്രശസ്തയായിട്ടുള്ള പ്രൊമനൻറ്റ് മീൻസ് ഫേമസ് ബംഗാളി നോവലിസ്റ്റോണ്, അതുപോലെ ഒരു പോയറ്റോർ പോയറ്റസ് രണ്ടും ഉപയോഗിക്കട്ടോ അല്ലേ. കവി കവയത്രി എന്നൊക്കെ പറയും മലയാളത്തിൽ. ദെൻ ഷീ ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് ജ്ഞാനപീഠ് ആൻഡ് പത്മശ്രീ. മനസ്സിലായില്ലേ? ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡുകളാണ് ഇത് രണ്ടും അല്ലേ. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് കരസ്ഥമാക്കിയത് ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? കേരളത്തിലെ ഒരു എഴുത്തുകാരനാണ്. മനസ്സിലായില്ലേ? ഞാൻ അതിലേക്ക് കിടക്കണില്ല, ഒന്ന് തിങ്ക് ചെയ്യും കേട്ടോ. ദെൻ ഗിവ് മീ ദി ആൻസർ ഇൻ കമൻറ്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനത് വിവരിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീ ഒരു ഭർത്താവിൻ്റെ അമ്മ, അപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ നോമിത എന്നാണ് അവരുടെ പേര്. നോമിതയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. കാരണം ദേ ആർ വെരി പുവർ ഫാമിലി. സോ ഷീ ഷുഡ് ഹാവ് ടു സെൻഡ് മണി ടു ഹർ മദർ. അപ്പോൾ ഇതിൽ കളിയാക്കാണ് ഹസ്ബൻഡും അവരുടെ അമ്മായി അമ്മ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അതങ്ങനെ നീണ്ടു പോവുകയാണ്. അതിലവിടെ തീ കൊളുത്തി സൂയിസൈഡ് ചെയ്യാൻ പോവും. അങ്ങനെ കുറേയൊക്കെ വിളും തിരിച്ച് ഭീഷണിപ്പെടുത്തണം. ഞാൻ ചുരുക്കി പറയുന്നതാണ് കേട്ടോ, അതിലേക്ക് കിടക്കണം. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റികൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. റിവ്യൂ ചോദിക്കാം, ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. റിവ്യൂ വരാം, റൈറ്റപ്പ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒന്ന് നന്നായി പഠിച്ചാൽ നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തി എഴുതിയാൽ എല്ലാം നന്നാവും. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. യു ട്രൈ യുവർ എബിലിറ്റീസ് ഇൻ ഓൾവേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിതിൽ വരുന്ന ആക്ടിവിറ്റിയിലെ ഒരു പ്രധാന ചോദ്യം. ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ, കാരണം കുറച്ചെടുത്ത് വന്നു. അതാണ് നമുക്ക് ക്വാർട്ടറിലേക്ക് ആകുമ്പോഴേക്കും 2 യൂണിറ്റ് തീരും. ഇനി സ്പീഡ് പോയി കഴിഞ്ഞാലും ശരി, ഞാൻ റിവിഷൻ തരും കേട്ടോ. ദെൻ നിങ്ങൾക്ക് എക്സാം ഇടും, അത് നിങ്ങൾ ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. അതുപോലെ എത്ര മാർക്ക് കിട്ടിയെന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം നിങ്ങളെ എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഫസ്റ്റ് ഇതിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ എ റൈറ്റപ്പ്. ഞാൻ പറഞ്ഞു റൈറ്റപ്പ് ഒരു ചുരുക്കി എഴുതുക, എന്താണ് സ്റ്റോറി എന്നുള്ളത്. റൈറ്റപ്പ് വരാം, റിവ്യൂ വരാം, എല്ലാം ഒന്നാണ്. മനസ്സിലായില്ലേ? പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ് എന്നൊക്കെ പറയും പഴയ ആളുകൾ, അതുപോലെയാണ്. അപ്പോൾ പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിങ് ദി സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. അല്ല, എന്താണ് ഒരു സ്ത്രീയുടെ നില, കാരണം അവൾക്ക് എത്രമാത്രം ഒരു കുടുംബത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പം നമ്മളിത് കമ്പയർ ചെയ്ത് നോമിതയുടെ കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ അടുത്തൊരു ചാപ്റ്ററും രസകരമായ ഒരു ചാപ്റ്ററാണ് ഹൊറിഗൽ കേട്ടോ. അത് നോക്കാം. പിന്നെ മെൻറ്റിങ് വാൾ വരുന്നുണ്ട്, അതും നല്ല രസമാണ് മെൻറ്റിങ് വാൾ. അപ്പോൾ അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ അതിൽ നോക്കാം നമുക്ക്. ഇതിൽ വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ നോക്കാം. അതായത് ഈ കൂട്ടുകുടുംബമാണ് അല്ലേ. അപ്പോൾ കൂട്ടുകുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വുമൺ ഇൻ ദി ഓക്കെ, ഇറ്റ്സ് വെരി ബാഡ് നോളജ്.
ഓഫ് ദി ഫാമിലി അല്ലെ, ഒരു മെയിനാണ് ഒരു ഫാമിലി ആയിട്ട് അല്ലെ പറയാം. നമ്മൾ റൂഫാന്നൊക്കെ പറഞ്ഞു, ദേ ആർ റൂഫ്സ് ഇൻ എ ഫാമിലി. ദെൻ it is impossible to imagine a family without a woman. അല്ലെ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു സ്ത്രീ ഇല്ലാത്ത കുടുംബം അല്ലേ. കുടുംബത്തിൻ്റെ വിളക്കാണ് സ്ത്രീ എന്നൊക്കെ പറയാം അല്ലേ, കുടുംബത്തിൻ്റെ ഗൈഡാണ്, എല്ലാം ഇതിനെ അനുയോജ്യമാണ് ഈ വാക്കുകളൊക്കെ. ഷീ ഈസ് ദ ഗൈഡ് ആൻഡ് ഷീ ഈസ് ദ ലൈറ്റ് ആൻഡ് ഷീ ഈസ് ദി വിസ്ഡം അല്ലേ, സോ മെനി വേർഡ്സ് ഫോർ ഹെർ. അപ്പം നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല അല്ലേ, ഒരു സ്ത്രീ ഇല്ലാത്ത കുടുംബം അല്ലേ. അത് പിന്നെ ഒരു കുടുംബമല്ല എന്ന് തന്നെ പറയാം, ഒരു സ്ത്രീ ഇല്ലാത്ത കുടുംബം. ആ കുട്ടിയും കുടുംബം മക്കളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അല്ലേ. ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ, കല്യാണം ഒന്നും കഴിക്കാതെ അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകൾ. കാരണം അത് ഓരോരുത്തർക്കും ഓരോ ശീലമായി, ഞാൻ കുറ്റം പറയുകയല്ല. അത് അവർക്ക് അതായിരിക്കാം താല്പര്യം, അങ്ങനെ ഒറ്റത്തടിയായിട്ട് പോവുക, മനസ്സിലായില്ല. അപ്പോൾ അതെന്തോട്ടെ, നമുക്കതിലേക്ക് കിടക്കണ്ട. അപ്പോൾ അതാ ഷീസ് നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ആൾദോ we say the man is the head അല്ലേ എന്ന് പറയാറുണ്ട്. ഫാമിലിയിലെ ഹെഡാണ് മാൻ, ഒക്കെ ശരി, സമ്മതിച്ചു. ബട്ട് there should be a woman beside him എന്ന് പറയാം അല്ലേ. Then they decides what to cook and what the members of the family should eat അല്ലേ. അവരാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ. അതുപോലെ എന്ത് കഴിക്കണം, എന്ത് ഭക്ഷണം എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയാണ്. ദി ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് തന്നെ പറയാം. അപ്പം ദി ഹെഡ് ഓഫ് ദി ഫാമിലി ഈസ് നോട്ട് ദി മാൻ ഓർ ഹസ്ബൻഡ്. റിയലി ദി ഹെഡ് ഓഫ് ഫാമിലി ഈസ് വൈഫ് ഓർ വുമൺ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഭാര്യപ്പണി എന്ന് എടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അത് മുന്നോട്ടേക്ക് കയറുക, കുക്ക് ചെയ്യുക, നല്ല കാര്യമാണ്, വേണ്ട എല്ലാം അറിഞ്ഞിരിക്കണം മനുഷ്യൻ കേട്ടോ. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. കാരണം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് തരത്തിൽ കറികളുണ്ടാകും. ഫിഷ്, അതുപോലെ ചിക്കൻ, പല ടൈപ്പ്. കാരണം അതൊക്കെ പുറത്ത് കുറേ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഓരോ പരീക്ഷണങ്ങളാണ്, മനസ്സിലായില്ലേ. ചിലപ്പോൾ അത് ക്ലിക്കാവും, ചിലപ്പോൾ വായിൽ വയ്ക്കാൻ പറ്റില്ല, അതൊക്കെ ഉണ്ടാവും. എനിവേ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ തന്നെ 8 മിനിറ്റ് ആകുന്നു. അപ്പോൾ ഒന്നുകൂടി എൻ്റെ ലിങ്ക്സ് ഓർമ്മിപ്പിക്കുകയാണ്. യൂട്യൂബിൽ സ്റ്റെപ്പ് ഓഫ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി മേനോൻ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Then Facebook and Instagram Step Up with English 108 following and share. Okay, then Shubh Ratri.